എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമുക്ക് ഗോൾ ലിസ്റ്റ് എഴുതി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങളിൽ പലരും എഴുതുന്നുണ്ടായിരിക്കും. എന്തായാലും എല്ലാവരുടെ കയ്യിലും ഗോൾ ലിസ്റ്റ് എഴുതാനായിട്ടൊരു ബുക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഗോൾ ലിസ്റ്റ് എഴുതുക, അഫർമേഷൻ എഴുതുക, സ്ക്രിപ്റ്റിംഗ് എഴുതുക, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാൻ ഓരോ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസ്, അതായത് ചിലർക്ക് വ്യക്തത കാണില്ല എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ അത് കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ചേർത്തിട്ട് വളരെ മനോഹരമായിട്ട് എന്നും ആത്മാർത്ഥതയോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഇന്ന് ഞാൻ പറയുന്നത് ഗോൾ ലിസ്റ്റ് എങ്ങനെ എഴുതി തയ്യാറാക്കാവുന്ന കാര്യത്തെക്കുറിച്ചാണ്. ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നിലവിലെ ജീവിത സാഹചര്യത്തെ നോക്കിയല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൈമുണ്ട്, നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട്, ആത്മവിശ്വാസമുണ്ട്, ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ നെയ്തെടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഗോൾ ലിസ്റ്റിൽ എഴുതി നിറയ്ക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊണ്ട് നിറയണം ആ ബുക്ക്. ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ് നമ്മളെ കൂടുതൽ ആസ്വദിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള യാത്രയാണ് നമുക്ക് ഓരോ ദിവസവും നമ്മളെ ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് വേണം. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിക്കാൻ അവരെ എന്നുവെച്ചാൽ അവരായിട്ട് തന്നെ ഇനി നടക്കില്ല എന്ന് വിധി എഴുതി അതെല്ലാം വേണ്ടാന്ന് വെക്കുകയാണ്. പകരം അവരവിടെ എന്ത് കൊണ്ടുവരും? പഴയ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ച അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരനുഭവങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കും. അതുമാത്രമല്ല, ഇത്രയും ഈ അവസ്ഥയിൽ ഇങ്ങനെയാണെങ്കിൽ നാളെ എന്താകും എൻ്റെ ജീവിതം? ഞാൻ എന്തിനു ജീവിക്കണം? അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തിച്ച് ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ഓരോ അവസ്ഥയിലേക്ക് മനസ്സിനിങ്ങനെ കൊണ്ടുപോവുകയാണ്. കാരണം അവർക്ക് ലക്ഷ്യങ്ങൾ വേണം. നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവിടരുത്. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ ആ ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിനെ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളും മാറും. അതുറപ്പാണ്. നിങ്ങൾ ആ സ്വപ്നങ്ങളിൽ എത്തിച്ചേരും. വഴികൾ താനേ തുറക്കും, വെളിച്ചമുള്ളതാകും. ഒരിക്കലും ഒരു സാഹചര്യത്തെ ഓർത്ത് ജീവിതത്തെ നിങ്ങൾ പാഴാക്കി കളയരുത്. മനസ്സിൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും പിടിവിടരുത്. അതാണ് നിങ്ങളെ ഒരു പുനർജന്മം എന്നതുപോലെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പുതുജീവൻ നൽകും. ഉറപ്പായിട്ടും ആ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതമാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പറയുന്നു, എല്ലാവരും നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ കഴിവിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ജീവിതം ആസ്വദിക്കുക. എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഗോൾ ലിസ്റ്റ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നു പോകരുത്. കാരണം ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഗോൾ ലിസ്റ്റ് എഴുതുന്ന കാര്യത്തിലേക്ക് വരാം. ഗോൾ ലിസ്റ്റ് പല രീതിയിൽ നമുക്ക് അതിലെ സെൻറ്റൻസുകൾ എഴുതി തയ്യാറാക്കാം. ഇപ്പോൾ ഗോൾ ലിസ്റ്റ് എഴുതി തയ്യാറാക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾ ലിസ്റ്റ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് രൂപത്തിൽ എഴുതാം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊരു ജോബ് എനിക്ക് വേഗത്തിലും എളുപ്പത്തിലും നേടിയെടുക്കാൻ സാധിച്ചതിന് നന്ദി. അല്ലെങ്കിൽ 2024 ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊരു ജോബ് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചതിന് നന്ദി. അതിന് താഴെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇത്ര സാലറി എനിക്ക് ഓരോ മാസവും ലഭിക്കുന്നതിന് നന്ദി. സാലറി കൂടെ എഴുതുക. അതുപോലെ തന്നെ ജോബ് എന്ന് പറയുമ്പോൾ സാലറി മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അവിടെ ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും, നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവരായിരിക്കും. ഇത്തരത്തിൽ ജോബ് എന്ന് പറയുമ്പോൾ ഇതുകൂടെ ചേർത്ത് എഴുതിയേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു വാഹനമാണെങ്കിൽ അതിൻ്റെ എല്ലാ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും കൂടെ എഴുതി. ഞാൻ ആഗ്രഹിച്ചതുപോലൊരു വാഹനം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് എഴുതുമ്പോൾ അത് ഏത് വാഹനം, ഏത് മോഡൽ, ഏത് കളർ, ഇതൊക്കെ
കൂടെ ഒന്ന് അതിൻ്റെ താഴെ കൂടുതൽ വിശദമായിട്ട് കൂടെ എഴുതുക. അതുകൂടെ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് രൂപത്തിൽ തന്നെ എഴുതണമെന്നില്ല. ചിലർക്ക് ഇനിയും നേടിയെടുക്കാത്ത കാര്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു ജോലി എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതിന് നന്ദി, അതായത് ഇനി സാധിക്കും എന്നൊരു വിശ്വാസമാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, വ്യക്തത കൊടുക്കണം. താഴെ ആ പറയുന്ന കാര്യത്തിന് ക്ലിയർ ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും കൂടെ വ്യക്തമായിട്ട് കൊടുക്കും. ഇപ്പോൾ ജോബാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ വീടാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ വളരെ മനോഹരമായൊരു വീട് എനിക്ക് വേഗത്തിലും എളുപ്പത്തിലും സ്വന്തമാക്കാൻ സാധിച്ചതിന് നന്ദി. പിന്നെ ആ വീട് എന്താണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ മുറികളും വളരെ മനോഹരമായിട്ട്, അത് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ഇതിൻ്റെ ഫ്ലോറോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പെയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്പെഷ്യലായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുള്ള എന്തെങ്കിലും കാണുമല്ലോ, അതെല്ലാം വ്യക്തമായിട്ടൊന്ന് ഒരുപാട് വിശദീകരിച്ചു പോയി ഒറ്റ സെൻറ്റൻസ് ആയിരിക്കണം, പക്ഷെ അത് ക്ലാരിറ്റി കൊടുത്തിട്ട് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടും, അത് നിങ്ങൾക്ക് തൃപ്തി കിട്ടില്ല. ആ കാര്യം നേടിയെടുക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ കണ്ട രീതിയിലായിരിക്കില്ല, നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളത് മാത്രമേ ഉണ്ടായിരിക്കും. ഇപ്പോൾ വ്യക്തത കൊടുക്കുക. മറ്റൊന്ന് ഷോർട്ട് ടേം ഗോൾ, ലോങ് ടേം ഗോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി എഴുതണ്ട. കൂടെ താഴെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതനുസരിച്ച് എഴുതി പോവുക. ഇതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജോബും അല്ലെങ്കിൽ വീടും കാറും ഒന്നും മാത്രമല്ല എഴുതേണ്ടത്. ബന്ധങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള നിങ്ങൾക്ക് ഗോളിൽ എഴുതി വയ്ക്കാം. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് കാലത്തെ സുഹൃത്തുക്കളെ നിങ്ങൾ കാണണം, അതും എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് മുടി സമൃദ്ധമായിട്ട് വളരണം, അല്ലെങ്കിൽ കാഴ്ചശക്തി കാര്യത്തിൽ എഴുതാം. എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്കത് എഴുതി വയ്ക്കാം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ഒരു ബാഗ് വാങ്ങണം, സാരി അല്ലെങ്കിൽ ഷർട്ട്, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളും എഴുതണം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ്, അതും നേടിയെടുത്ത് അത് കഴിക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് കൂടെ എഴുതാം. കാരണം ഇത് നിർബന്ധം എഴുതണം. കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഗോൾ ലിസ്റ്റ് എഴുതുന്ന ബുക്കിൽ ഈ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ടിക്ക് ചെയ്തിട്ട് താങ്ക് യു എന്ന് എഴുതി വയ്ക്കാൻ സാധിക്കും. ഈ ഗോൾ ലിസ്റ്റ് നമ്മൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും വായിക്കാൻ ശ്രമിക്കുക. വായിക്കുമ്പോൾ ഇത് നേടിയെടുത്ത് കഴിഞ്ഞില്ലേ, അത് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ നമ്മുടെ ഈ ലോജിക് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചിന്തിക്കും, ശരിയാണ്, ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും വേഗത്തിൽ നേടിയെടുക്കാൻ സാധിച്ചില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വലിയ സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. അത് നിങ്ങളെ ശരിക്കും വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. അതായത് ഈ നമ്മുടെ ലോജിക് മൈൻഡിന് സക്സസ് സ്റ്റോറീസൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നില്ലേ, അതായത് അത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം തോന്നും, ഇത്രയും പേർക്കത് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം വരും. അതുപോലെയാണ് നമ്മൾ ഈ കുഞ്ഞു ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും. അതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ എല്ലാം നിങ്ങൾ ഗോൾ ലിസ്റ്റിൽ എഴുതാൻ ശ്രമിക്കുക. എന്നും ഒരുപാട് തവണ വായിക്കണമെന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സൊന്ന് ഒരു ഫ്രീക്വൻസി കുറഞ്ഞൊരവസ്ഥയിലിരിക്കുമ്പോൾ നിങ്ങൾ ഈ ഗോൾ ലിസ്റ്റ് എടുത്ത് വെച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ഇത്രയും ആഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെ എനിക്ക് നേടിയെടുക്കണം, ഇതൊക്കെ നേടി ഭൂമിയിൽ സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കണം. അത് വായിക്കുമ്പോൾ മനസ്സ് അറിയാതെ ആ ഒരു തലത്തിലേക്ക് പോയി നിങ്ങളുടെ ഫ്രീക്വൻസി പതിയെ ഹൈ ആകാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങനത്തെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ പെട്ടെന്ന് ഈ ഗോൾ ലിസ്റ്റ് എഴുതുന്ന ബുക്ക് എടുത്ത് വെച്ച് വായിക്കുക കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുക, അവരുടെ നല്ല പഠന മികവിന് വേണ്ടിയിട്ടോ അവർക്ക് എന്താണോ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം വന്നു ചേർന്നു എന്നുള്ള രീതിക്ക് എടുക്കാം. അതുപോലെ നിങ്ങളുടെ കലാവാസനകളൊക്കെ അതിലൂടെ നിങ്ങൾക്ക് സക്സസ് ആകാനായിട്ട് എഴുതാം. എന്ത് കാര്യങ്ങളും നിങ്ങൾക്കതിൽ നേടിയെടുത്ത് കഴിഞ്ഞു എന്നാണ് സാധാരണ എല്ലാവരും എഴുതുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ മനസ്സ് അതിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലൊരു വീട് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ഒരു വീടിനുള്ളിൽ എത്തണം. ആ ഒരു സന്തോഷം, ഞാൻ എത്ര വലിയ സ്വപ്നമാണ് ഞാൻ നേടിയെടുക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു ജോലി അതേ സാലറിക്ക് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു, നിങ്ങളിങ്ങനെ മനസ്സിൽ കാണുകയാണ്. ശരിയാണ്, ആ സാലറി കിട്ടുന്നു, നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറിയില്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ആ വായിക്കുമ്പോൾ തന്നെ തോന്നണം.
അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക്, ആ ഒരു ജോലി നേടി കഴിഞ്ഞ ഒരാളുടെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കണം. ഇപ്പോൾ ഒരാളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ആ ആളെ കാണുന്നതും സംസാരിക്കുന്നതും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ, അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തിച്ചേർന്നു. മനസ്സിലായോ? ഇപ്പോൾ ഒരു സ്വർണം വാങ്ങണം, നിങ്ങൾക്കൊരു സ്വർണ്ണ വള വാങ്ങണം, അപ്പോൾ അത് നിങ്ങൾ ജ്വല്ലറി പോയി വള വാങ്ങി കയ്യിലിട്ട് വീട്ടിൽ വരുന്ന ആ വള നേടിക്കഴിഞ്ഞ ഒരാളായിട്ട് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കണം. ആരോഗ്യം, പരിപൂർണ്ണ ആരോഗ്യത്തിൽ എത്തിച്ചേരണം. എൻ്റെ കൈയുടെ വേദന മാറിയതിന് നന്ദി എന്നൊന്നും എഴുതരുത് കേട്ടോ. കൈ പരിപൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ ഇപ്പോൾ കൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൈ പരിപൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ എത്തിയതിന് നന്ദി എന്ന് മാത്രമേ എഴുതാവുള്ളൂ. വേദന അങ്ങനെയുള്ള നെഗറ്റീവ് ഒന്നും എഴുതരുത്. അതുപോലെ മദ്യപാനം, വീട്ടിലുള്ള ആർക്കെങ്കിലും അത് മാറാനായിട്ടാണെങ്കിൽ ഈ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരിപൂർണ്ണ ആരോഗ്യാവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യപൂർണ്ണമായ എന്താണ് ശീലങ്ങൾക്ക്, ആരോഗ്യപൂർണ്ണമായ ശീലങ്ങൾക്ക് നന്ദി എന്ന് എഴുതുക. അല്ലാതെ നിങ്ങൾ മദ്യപാനം മാറിയതിന് എഴുതരുത്. ആ മദ്യപാനം എന്നുള്ളതൊരു സ്വിച്ച് ബോർഡ് പോലെ പ്രവർത്തിച്ച് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവശീലങ്ങൾക്ക് നന്ദി, അദ്ദേഹത്തിൽ വന്ന നല്ല മാറ്റങ്ങൾക്ക് നന്ദി, നല്ല രീതിയിൽ അദ്ദേഹത്തെ ഓർത്ത് സന്തോഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത അല്ലെങ്കിൽ ആരോഗ്യശീലങ്ങൾ, ആരോഗ്യം പരിപൂർണ്ണ അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് നന്ദി. ഇങ്ങനെ അത് എങ്ങനെ ഡയറക്റ്റ് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിലെത്തിക്കുക. അദ്ദേഹം നല്ല സ്വഭാവ ശുദ്ധി അല്ലെങ്കിൽ നല്ല സ്വഭാവശീലങ്ങൾ, ആരോഗ്യപൂർണ്ണമായ ശീലങ്ങളിൽ എത്തിച്ചേർന്നു എന്നുള്ളതിലേക്ക് എത്തുക. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഗോൾ ലിസ്റ്റിൽ, ഇതെങ്ങനെ എഴുതും? അപ്പോൾ ആരോഗ്യപൂർണ്ണമായ ശീലങ്ങൾക്ക് നന്ദി എന്നെഴുതുക കേട്ടോ. മനസ്സിൽ അദ്ദേഹം നല്ല ശീലങ്ങളായി നല്ല ഇതൊന്നും ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു ചേർന്നു എന്നുള്ള ചിന്ത കൊടുത്തുകൊണ്ട് നിങ്ങളത് എഴുതുക. കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് സന്തോഷകരമായിട്ട് മാറാനും അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഇത്തരത്തിലാണ് ഗോൾ ലിസ്റ്റ് എഴുതി തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ എഴുതി തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇന്ന് തന്നെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് എഴുതാൻ പറ്റില്ല. നിങ്ങൾ പതിയെ ഓർമ്മ കിട്ടുന്നതിനനുസരിച്ച് ഗോൾ ലിസ്റ്റിൽ ഇങ്ങനെ ഓരോ ഗോൾസും എഴുതി നിറച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങൾ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും, ഇനി ഏതെങ്കിലും യാത്രകൾ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രാജ്യത്ത് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും എല്ലാം ഗോൾ ലിസ്റ്റിൽ അങ്ങനെ നിറയട്ടെ, എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വലിയ സംശയമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കരുത്, എനിക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി 21 ഡേയ്സ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് വരുന്ന 21-ാം തീയതി, സെപ്റ്റംബർ 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ അതായത് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനെ മാറ്റി, പ്രാക്ടീസിലൂടെ മാറ്റി നിങ്ങളുടെ മനസ്സിനെ വളരെ ആത്മവിശ്വാസം നിറച്ചതാക്കി നിങ്ങളുടെ ഗോൾസിനെ തിരിച്ചറിയാനും അതിലേക്ക് പോകാനും അതിനെ നേടിയെടുക്കാനും തക്കോണം നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള പ്രാക്ടീസുകളുണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണം. 21 ദിവസത്തെ ക്ലാസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ആ ഒരു ഈ ക്ലാസ്സിൽ ചേരേണ്ടവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കയറുക. ആ ഗ്രൂപ്പിനകത്ത് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.